ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 25. ഞാൻ സ്നിഷായെ സനിൽ. ദൈവമാതാവായ പരിശുദ്ധ മറിയം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കൊരട്ടിമുത്തി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വടക്കേയറ്റത്ത് തൃശൂർ ജില്ലാ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കൊരട്ടി ഫെറോന പള്ളി ഒരു അന്തർദേശീയ തീർത്ഥാടനമായി മാറിക്കൊണ്ടിരിക്കുന്നു. കൊരട്ടിമുത്തി എന്ന പേരിലാണ് പരിശുദ്ധ കന്യകാമറിയം കൊരട്ടിയിലും സമീപ പ്രദേശങ്ങളിലും അറിയപ്പെടുന്നത്. കൊരട്ടി പള്ളിയുടെ സ്ഥാപനം 1381 സെപ്റ്റംബർ 8 എന്നാണ് വിശ്വാസം. 6-7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളം അനേകം ചെറുഖണ്ഡങ്ങളായി ഇടപ്രഭുക്കന്മാർ ഭരിച്ചു പോന്നിരുന്നു. സമീപസ്ഥരായ 2 ഇടപ്രഭുക്കളായിരുന്നു കൊരട്ടി കൈമളും കോടശ്ശേരി കർത്താവും. കൈമളുടെ കീഴിൽ ധാരാളം ക്രിസ്ത്യാനികൾ യുദ്ധസേവനം ചെയ്തിരുന്നു. കൈമളും കർത്താവും തമ്മിലുണ്ടായ ഒരു യുദ്ധത്തിൽ കൈമളുടെ സേനാ നായികനായിരുന്ന ശ്രീ കവലക്കാടൻ കൊച്ചുവറിയത് വീരമൃത്യു വരിച്ചു. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം തക്ക ബഹുമതികളോടെ ഇടവക ദേവാലയമായ അമ്പഴക്കാട്ടു പള്ളിയിൽ നടത്തുന്നതിന് കൊണ്ടുപോയെങ്കിലും കോടശ്ശേരി കർത്താവിന്റെ ഇടപെടൽ മൂലം അത് സാധിക്കാതെ പോയി. തിരിച്ചു കൊണ്ടുവരുന്ന വഴി വിശ്രമിക്കുന്നതിനു വേണ്ടി ശവമഞ്ചം ഇറക്കി വെച്ചു. എന്നാൽ വിശ്രമത്തിനു ശേഷം ശവമഞ്ചം എടുക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും സാധിക്കാത്ത വിധം അത് അവിടെ ഉറച്ചുപോയി. വിവരമറിഞ്ഞ കൈമോൾ ഇപ്പോൾ കൽക്കുരിശ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ജഡം മറവു ചെയ്യുകയും ക്രിസ്ത്യാനികളായ തന്റെ ആശ്രിതർക്ക് വേണ്ടി സ്വന്തം ചെലവിൽ ഒരു ദേവാലയം ഉടനെ തന്നെ നിർമ്മിച്ചു കൊടുക്കുകയും പള്ളിക്ക് കുറേ സ്ഥലങ്ങൾ ദാനം ചെയ്യുകയും ചെയ്തു. മാതാവിന്റെ നേരിട്ടുള്ള പ്രത്യക്ഷീകരണത്തെ പറ്റി ചരിത്രരേഖകളിൽ പ്രതിപാദിക്കുന്നില്ലെങ്കിലും കൊരട്ടിമുത്തിയുടെ മധ്യസ്ഥ ശക്തിയാൽ സംഭവിച്ചിട്ടുള്ളതും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ നിരവധിയാണ്. കൊരട്ടിമുത്തിക്കുള്ള നേർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂവൻകുല നേർച്ചയ്ക്കു പിന്നിലും കൊരട്ടി റെയിൽവേ സ്റ്റേഷന്റെയും മധുര കോട്ട്സിന്റെയും സ്ഥാപനത്തിന് പുറകിലും കൊരട്ടിയുടെ ഇടപെടലുകളാണെന്നാണ് വിശ്വസിക്കുന്നതായി ഇടവക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1987 പുതുക്കി പണിത ദേവാലയത്തിന്റെ ചുമർ ചിത്രങ്ങളിലും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഫോട്ടോയും റോസറി വില്ലേജും ഏവരെയും ആകർഷിക്കുന്നതാണ്. ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. Thank you.